ഒരു രക്ഷയുമില്ല. ഉണ്ണി മുകുന്ദന്റെ ചിത്രം മാർക്കോ വേറെ ലെവലായിരിക്കുകയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു ഉണ്ണി മുകുന്ദന്റെ മാർക്കോ. ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി ചിത്രം ഹിന്ദിയിലും സൂപ്പർ ഹിറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ യാത്ര തുടർന്നാൽ ചിത്രം ഉറപ്പാണ് 100 കോടിയല്ല 1000 കോടി അടിക്കുമെന്നാണ് ആരാധകർ പറയുന്നത്. കാരണം ഹിന്ദിയിലും കേരളത്തിലും വിജയക്കൊടി പാറിച്ച മാർക്കോയുടെ തമിഴ് പതിപ്പും തെലുങ്ക് പതിപ്പും ഉടൻ തന്നെ പുറത്തിറങ്ങുകയാണ്. അത് രണ്ടും മികച്ച കളക്ഷൻ കൊയ്യുമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരുടെയും പ്രതികരണം. മാർക്കോയിലെ കുട്ടികൾ ഉൾപ്പെട്ട ആക്ഷൻ വയലൻസ് രംഗങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിരുന്നു. ലോക സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അതിവിദഗ്ധമായാണ് സംവിധായകനും കൂട്ടരും ഈ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇത് വളരെ പ്രേക്ഷക പ്രശംസ നേടിയ വിഷയം തന്നെയാണ്. യുവാക്കൾ മാത്രമല്ല കുടുംബാംഗങ്ങളും മാർക്കോ കാണാൻ തിയേറ്ററുകളിൽ എത്തുന്നുണ്ട് എന്നാണ് ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹിന്ദിയിൽ പുതുതായി ഇറങ്ങിയ സിനിമകളെയെല്ലാം വെട്ടിമാറ്റിയാണ് മാർക്കോ കുതിക്കുന്നത്. ആദ്യം 34 സ്ക്രീനുകളിൽ മാത്രം പ്രദർശനം ആരംഭിച്ച മാർക്കോ ആദ്യ ദിവസം 1 ലക്ഷമായിരുന്നു കളക്ഷൻ സ്വന്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ ഇത്രയും ദിവസം പിന്നിടുമ്പോൾ കളക്ഷൻ കോടികളിലേക്ക് എത്തിയിരിക്കുകയാണ്. പാൻ ഇന്ത്യൻ താരമെന്ന നിലയിലേക്കുള്ള ഉണ്ണി മുകുന്ദന്റെ വളർച്ച തന്നെയാണ് മാർക്കോയുടെ ഞെട്ടിപ്പിക്കുന്ന വിജയം. സിനിമ റിലീസായി 2 ആഴ്ച പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ 73 കോടി രൂപയ്ക്ക് മുകളിലാണ് ബോക്സ് ഓഫീസിൽ മാർക്കോ സ്വന്തമായിരിക്കുന്നത്. മാത്രമല്ല ഉത്തരേന്ത്യയിൽ ഏറ്റവും വരുമാനം നേടിയ മലയാള ചിത്രമായും ഉണ്ണി മുകുന്ദന്റെ മാർക്കോ മാറിക്കഴിഞ്ഞു. എന്നാൽ ബോക്സ് ഓഫീസിൽ ഹിറ്റടിച്ച് മുന്നേറുന്ന മാർക്കോ ഇനി OTTയിലും കാണാം. അധികം വൈകാതെ ചിത്രം OTTയിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. കൃത്യമായ തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും ജനുവരി അവസാന വാരമോ ഫെബ്രുവരി ആദ്യമോ മാർക്കോ പ്രമുഖ OTTയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രം തിയേറ്ററുകളിൽ എത്തി 45 ദിവസത്തിന് ശേഷമാണ് OTTയിൽ എത്തുക. നെറ്റ്ഫ്ലിക്സ് ആണ് മാർക്കോയുടെ പ്രദർശനാവകാശം കരസ്ഥമാക്കിയിരിക്കുന്നത്. തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിലായിരിക്കും മാർക്കോ പ്രദർശിപ്പിക്കുന്നത്. അതേസമയം ചിത്രത്തിൽ നിന്നും ഒഴിവാക്കിയ രംഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ സ്ട്രീമിംഗ് ഉണ്ടായിരിക്കുക എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നുണ്ട്. എന്തായാലും 2 മണിക്കൂർ 25 മിനിറ്റാണ് സിനിമയുടെ ഇപ്പോഴുള്ള ദൈർഘ്യം. മാർക്കോയുടെ തിയേറ്റർ റണ്ണിന്റെ അവസാന ആഴ്ചയും 2025 ആദ്യ 2 ആഴ്ചയായിരിക്കും ചിത്രം OTTയിൽ എത്തുക. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.